യാത്രക്കാർക്കിടയിൽ വലിയ സ്വീകാര്യതയാണ് പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിക്ക് ലഭിച്ചത്. അതിൽ ഒരു സംശയവുമില്ല. പക്ഷേ ഇതിനിടയ്ക്കുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ അതൊന്ന് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. പറ്റുകയാണെന്നുണ്ടെങ്കിൽ പരിഹരിച്ചു പോകേണ്ട ചില വിഷയങ്ങൾ കൂടിയാണ്. കോഴിക്കോട് KSRTC സ്റ്റാൻഡിൽ നിന്ന് വിവിധ റൂട്ടുകളിലേക്കുള്ള പല ഓർഡിനറി ബസ്സുകളിലും രാവിലെയും വൈകിട്ടും ആളുകളുടെ തള്ളിക്കയറ്റമാണ്. ഉൾക്കൊള്ളാനാകുന്നതിലും കൂടുതൽ ആളുകളെയും കൊണ്ട് ബസ്സുകൾ യാത്ര ചെയ്യുന്നത് വലിയ അപകട സാധ്യതയും സൃഷ്ടിക്കുന്നുണ്ട്. ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീ സൗജന്യ യാത്ര ആരംഭിച്ചതോടെ പല ബസ്സുകളിലും വലിയ തിരക്ക് അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. ഈ സ്റ്റാൻഡിലേക്ക് ബസ് എത്തുന്ന വേളയിൽ തന്നെ വലിയ തിരക്കാണ്. ഇതിൽ കയറി ഒന്ന് സ്ഥലം പിടിക്കാൻ തിക്കിയും തിരക്കിയും ആളുകൾ കയറുന്നു. ഒരു ബസ്സിൽ ഏതാണ്ട് ഒരു 60-70 ആളുകളെയൊക്കെ കൊണ്ടുപോകാനുള്ള കപ്പാസിറ്റി ഉള്ളൂ. പക്ഷേ ഈ ബസ്സിൽ കയറുന്നത് പലപ്പോഴും ഇരട്ടിയിലധികം ആളുകളാണ്. ഇതുവഴി വലിയ അപകട സാധ്യത ഇതുമൂലം ഉണ്ടാകുമെന്നുള്ളതാണ് ഡ്രൈവർമാർ ഉൾപ്പെടെ ഭയപ്പെടുന്നത്. കാരണം പലപ്പോഴും ഇത്തരത്തിൽ കയറ്റാവുന്ന ആളുകളെക്കാൾ കൂടുതൽ ആളുകൾ കയറുമ്പോൾ ഈ ബ്രേക്ക് നഷ്ടപ്പെട്ടു പോവുക. പല ബസ്സുകളും ഈ 15 വർഷത്തിന് മുകളിൽ പഴക്കം വരുന്ന ബസ്സുകളുണ്ട്. അപ്പോൾ കൂടുതൽ ആളുകൾ ഇങ്ങനെ കയറുന്നതനുസരിച്ച് അവിടെ ഒരു അപകട സാധ്യത നിലനിൽക്കുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. ഇതിൽ കൊണ്ടുപോകുന്ന 130-120 ആൾക്കാരാണ്. എന്തെങ്കിലും പറ്റിക്കാന്ന് ഡ്രൈവറുടെ പേരിലായി ചവിട്ടിയാൽ നിൽക്കൂല വണ്ടി. പിന്നെ ഇവിടുന്ന് വിട്ടിക്കാന്ന് വെച്ചാൽ ഒരു രാമനാട്ടിലെത്തണം വെച്ചാൽ 1 മണിക്കൂർ കഴിയണം. ഒരു വണ്ടീൻ്റെ വയ്യിൽ മുന്നിൽ പിടിച്ചുകൂടാ, ചവിട്ടിയാൽ നിൽക്കൂല. അത് ആക്കത്തിന് പോകാനോ പറ്റുള്ളൂ. പിന്നെ ഒരു ഓണ് മര്യാദയ്ക്കില്ല, പൂച്ച നൊലോളിക്കുന്ന ഓണാണുള്ളത്. പിന്നെ ദീപൊക്കെ പഴയ വണ്ടികളൊക്കെ ദീപൊക്കെ ആയതാണ്. അന്നേരം ചരിഞ്ഞിക്കാന്ന് വെച്ചാൽ വണ്ടി ഒരു ഭാഗത്ത് ചരിഞ്ഞുകൊണ്ടാണ് പോവുക. ആൾക്ക് കാണുന്നവർക്ക് തന്നെ, പുറത്തുനിന്ന് കാണുന്നവർക്ക് തന്നെ ഭയം തോന്നും. ആ സ്ഥിതിയാണ് ഇവിടുത്തെ. അപകടം വന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ മുന്നേ ഇത് നോക്കിയാൽ എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കിയാൽ അതിന് കാര്യമുണ്ട്. ഏതായാലും കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും പാലക്കാടേക്കാണ് ഏറ്റവും ദൈർഘ്യമേറിയ സർവീസ് ഉള്ളത്. ഇതാണ് ആ ആ റൂട്ടിലോടുന്ന ബസ്. രാവിലെയും വൈകുന്നേരവും വലിയ തിരക്ക് ഈ ഓർഡിനറി ബസ്സിൽ പാലക്കാട്ടേക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. പലപ്പോഴും ഈ തിരക്കനുസരിച്ച് കൂടുതൽ ആളുകളെ കയറ്റാൻ പറ്റില്ല എന്ന് ഡ്രൈവറും കണ്ടക്ടറും പറയുമ്പോഴും തിരക്കി എങ്ങനെയെങ്കിലും കയറുക എന്നുള്ളത് മാത്രമാണ് അവർക്ക് ഓപ്ഷൻ ആയിട്ടുള്ളത്. ആൾക്കാർ അങ്ങനെ കയറുന്നതിനനുസരിച്ച് ഒരു മുട്ടുസൂചി കുത്താൻ സ്ഥലമുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും കയറി പോവുകയാണ് ചെയ്യുന്നത്. ഇന്ന് മലപ്പുറത്ത് തന്നെ കോഴിക്കോട് ബസ്സിന് 20 മിനിറ്റ് കാത്തുന്നത്. അപ്പോൾ പഞ്ചറായിട്ടാണ് ഡിലേ ആയത്. ഇല്ല പിന്നെ അധികം പ്രിയദർശിനി അവിടെ ഓടണില്ല. ഓടുന്ന ബസ്സാണെങ്കിൽ ഫുള്ള് ആളെ നിറച്ചിട്ട് പഞ്ചറാവും ചെയ്യാണ്. ഇങ്ങനെ ഒരുപാട് ആളുകൾ കയറുമ്പോൾ ഈ ഡ്രൈവർമാരും കണ്ടക്ടർമാരും ഒക്കെ അവർ നിസ്സഹായരാണ്. അവർക്ക് എങ്ങനെ പറയാനാകും ഇത്ര ആളുകൾ കയറിയാൽ മതി എന്ന് പറയുമ്പോൾ പലപ്പോഴും അത് യാത്രക്കാർ ചെവി കൊള്ളാറില്ല. യാത്രക്കാർ ഇടിച്ചു കയറുക, ഇതുപോലെ ഇടിച്ചു കയറുവാണ് വെക്കുമ്പോൾ. സാധാരണ ഈ പാലക്കാട് ട്രിപ്പിൽ ഇങ്ങനെ ഉണ്ടാവില്ല യാത്രക്കാർ. സ്ത്രീകൾ ഭൂരിഭാഗവും പ്രിയദർശിനി ബസ്സുകളിലേക്ക് മാറിയതോടെ വടകര, താമരശ്ശേരി, തൊട്ടിൽപ്പാലം ഭാഗത്തേക്കുള്ള ഓർഡിനറി ബസ്സുകളിലും ഇത് തന്നെയാണ് അവസ്ഥ. പ്രിയദർശിനി സർവീസ് ആരംഭിച്ചതോടുകൂടെ തിരക്ക് കൂടിയോ? അതുവരെ സമാധാനത്തിൽ പോയിക്കൊണ്ടിരുന്നതാണ് ഞാൻ. എവിടേക്കാണ് യാത്ര ചെയ്യുന്നത്? ഞാൻ കൊയിലാണ്ടിക്ക്. കൊയിലാണ്ടി വരെ നിൽക്കേണ്ടി വരാറുണ്ടോ? പിന്നെ ഇത് വന്നതിന് ശേഷം ഞാൻ നിന്നിട്ടാണ് പോയത്. ഇപ്പം ഭയങ്കര തിരക്കാ. ബസ് വന്നാൽ തന്നെ സാധാരണ പെണ്ണുങ്ങൾക്ക് കാര്യം വരാൻ കഴിയുന്നില്ല. മറ്റേതാകുമ്പോൾ KSRTC നല്ല സേഫായിട്ട് പോവുകയായിരുന്നു. ഇതിപ്പോ പൈസ കൊടുത്താലും കുഴപ്പമില്ലായിരുന്നു. ഈ പ്രിയദർശിനി പദ്ധതി വന്നതോടുകൂടി സ്ത്രീകൾക്ക് സൗജന്യ യാത്രയൊക്കെയാണ്. പക്ഷേ എങ്കിൽ പോലും പല സർവീസുകളിലും ഇതുപോലെ കാല് കുത്താൻ ഇടമില്ലാത്ത രീതിയിലാണ് ഈ വനിതകളൊക്കെയും സഞ്ചരിക്കേണ്ടി വരുന്നത്. ഈ പുരുഷന്മാരും അങ്ങനെ തന്നെയാണ്. ഈ വനിതകൾ കൂടുതൽ യാത്ര ചെയ്യേണ്ടി വരുമ്പോൾ അവർക്കിരിക്കാൻ സീറ്റ് കിട്ടുന്നില്ല. പലരും തിക്കിയും തിരക്കിയും നിന്നുമൊക്കെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഇതിനൊരു പരിഹാര മാർഗം എന്ത് എന്നുള്ളതാണ് യാത്രക്കാരും അതോടൊപ്പം ഡ്രൈവർമാരും കണ്ടക്ടർമാരും ഒക്കെ ചോദിക്കുന്നത്. കാരണം കൂടുതൽ ആളുകളായാൽ അതൊരു അപകട സാധ്യത വർദ്ധിപ്പിക്കും. ഈ കയറുന്ന ആളുകളോടൊക്കെ ഇറങ്ങിപ്പോകാൻ ഈ കണ്ടക്ടർക്കോ അതോടൊപ്പം തന്നെ ഡ്രൈവർക്കോ പറയാൻ സാധിക്കില്ല. അപ്പോൾ വരുന്ന ആളുകൾ എത്രയാണെന്ന് വെച്ചാൽ ആ ബസ്സിനകത്ത് കയറുന്നുണ്ട്. പക്ഷേ അവരുമായി ഈ വാഹനം പോകുമ്പോൾ അവിടെ അപകട സാധ്യത ഉണ്ടാകുന്നുണ്ട്. ഒന്നുകിൽ ഈ റൂട്ടുകളിലെല്ലാം കൂടുതൽ ഓർഡിനറി ബസ്സുകൾ സർവീസ് നടത്താനായി കൊണ്ടുവരണം, അല്ലെങ്കിൽ മറ്റെന്ത് പോംവഴി എന്നുള്ളത് ആലോചിക്കേണ്ടത് തന്നെയാണ്. വേണുവിനൊപ്പം അഞ്ജന സുകുമാരൻ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്. ശരിക്കും ഇതൊരു പ്രശ്നം തന്നെയാണ്. ഇപ്പോൾ സൗജന്യ യാത്ര ഒരിക്കലും കുറ്റം പറഞ്ഞുകൊണ്ടല്ല ഇങ്ങനെ ഒരു വാർത്താ പരമ്പര എത്തിക്കുന്നത്. പലയിടങ്ങളിലും ഈ ഒരു സൗജന്യ യാത്ര വന്നതിന് ശേഷം ഈ രീതിയിൽ തിക്കിയും തിരക്കിയും ഒക്കെ KSRTC ബസ്സുകളിൽ യാത്ര ചെയ്യേണ്ടി വരുന്നത് അത്
നമ്മളൊക്കെ ആണെങ്കിലും ഇത്തിരി കഷ്ടപ്പാടുള്ള പണിയാണല്ലേ. അപ്പോൾ അതിനെന്താണ് പരിഹാരം എന്നുള്ളതാണ് ഒരു ചോദ്യമായിട്ട് ഉയർന്നു നിൽക്കുന്നത്. അനൂപ് എന്നൊരു പ്രേക്ഷകൻ പറയുന്നുണ്ട്, പകൽ സമയത്തെ അപേക്ഷിച്ച് രാവിലെയും വൈകിട്ടും തിരക്കിന് വിധേയമായി കൂടുതൽ സർവീസുകൾ ഉൾപ്പെടുത്തുന്നത് ഉചിതമായിരിക്കും. കാരണം സ്കൂൾ ഓഫീസ് അങ്കണങ്ങൾ തുറക്കുന്നതും അടയ്ക്കുന്നതും രാവിലെയും വൈകുന്നേരവുമാണ് എന്നുള്ളതാണ്. സ്ഥിരമായിട്ട് ഇങ്ങനെ പോകുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിലും ഓഫീസിൽ നിന്ന് യാത്ര ചെയ്യുന്നവരാണെങ്കിലും ഇപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മൾക്കും അങ്ങനെ ഉണ്ടാകുമല്ലോ. രാവിലെ സ്ഥിരം ഒരു ബസ്സിൽ പോകുന്നു, വൈകുന്നേരം തിരിച്ചു വരുന്നു. പക്ഷേ ഇപ്പോൾ അതിലേക്ക് തിരക്ക് കണ്ടാൽ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്നാലാണെങ്കിൽ വീടെത്തുകയും ചെയ്യണം. ആ തിക്കും തിരക്കും ഒക്കെ ഇടിച്ചു തള്ളിയാണ് ഇപ്പോൾ എത്തേണ്ട ഒരു അവസ്ഥ വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്.